യൂട്യൂബിലെ ശ്രദ്ധിക്കേണ്ട ടാർഗറ്റുകളെക്കുറിച്ചും അതിലൂടെയുണ്ടാവുന്ന അച്ചീവ്മെന്റുകളെക്കുറിച്ചുമാണ് ഈ വീഡിയോ. ഞാൻ ഷാഹുൽ ഹമീദ്. ഫാക്ട് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ അണിയറ പ്രവർത്തകരോടൊപ്പം ഞാൻ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതൊരു യൂട്യൂബർമാരുടെയും ആഗ്രഹം തങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തു കിട്ടുക എന്നത്. അതിനുള്ള യോഗ്യത 1000 സബ്സ്ക്രൈബർമാരും 4000 വാച്ച് ഹവരും വേണം. 365 ദിവസത്തെ ക്രമത്തിൽ ബാക്കിയുള്ളത് ലാപ്സാകും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോർട്ട് വീഡിയോ ഇതിന് ബാധകമല്ല. 1,00,000 സബ്സ്ക്രൈബർമാരിൽ എത്തുന്നതോ അതിലധികമോ ഉള്ള ചാനലുകൾക്കാണ് സിൽവർ പ്ലേ ബട്ടൺ അവാർഡ് ലഭിക്കുവാനപേക്ഷിക്കേണ്ടത്. യൂട്യൂബ് ഈ അവാർഡ് ലോകത്താകമാനമായി ഏതാണ്ട് 3 ലക്ഷത്തോളം ചാനലുകൾക്ക് ഇതുവരെ നൽകിക്കഴിഞ്ഞു. 10 ലക്ഷം സബ്സ്ക്രൈബർമാരിൽ എത്തുന്നതോ അതിലധികമോ ഉള്ള ചാനലുകൾക്കാണ് ഗോൾഡ് പ്ലേ ബട്ടൺ അവാർഡിനായി അപേക്ഷിക്കേണ്ടത്. യൂട്യൂബ് ഈ അവാർഡ് ലോകത്താകമാനമായി ഏതാണ്ട് 29,000 ചാനലുകൾക്ക് ഇതുവരെ നൽകിക്കഴിഞ്ഞു. 1 കോടി സബ്സ്ക്രൈബർമാരിൽ എത്തുന്നതോ അതിലധികമോ ഉള്ള ചാനലുകൾക്കാണ് ഡയമണ്ട് പ്ലേ ബട്ടൺ അവാർഡിനായി അപേക്ഷിക്കേണ്ടത്. യൂട്യൂബ് ഈ അവാർഡ് ലോകത്താകമാനമായി ഏതാണ്ട് 985 ചാനലുകൾക്ക് ഇതുവരെ നൽകിക്കഴിഞ്ഞു. 5 കോടിയിലധികം വരിക്കാരുടെ എണ്ണമുള്ള ചാനലുകൾക്ക് ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച അതുല്യമായ ക്രിയേറ്റർ അവാർഡ് ലഭിക്കും. യൂട്യൂബ് ഈ അവാർഡ് ലോകത്താകമാനമായി ഏതാണ്ട് 40 ചാനലുകൾക്ക് ഇതുവരെ നൽകിക്കഴിഞ്ഞു. റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ ഈ അവാർഡ് 10 കോടി വരിക്കാരിൽ എത്തുന്നതോ അതിലധികമോ ആയ ചാനലുകൾക്കുള്ളതാണ്. യൂട്യൂബ് ഈ അവാർഡ് ലോകത്താകമാനമായി ഏതാണ്ട് 9 ചാനലുകൾക്ക് ഇതുവരെ നൽകിക്കഴിഞ്ഞു. ആ 9 ചാനലുകൾ ഏതൊക്കെയാണെന്നും അതിൽ നമ്മുടെ രാജ്യത്തിന് വല്ല നേട്ടവുമുണ്ടോ എന്ന് പരിശോധിക്കാം. നമ്പർ 1 ടി സീരീസ്. മെയ് 29, 2019 ആദ്യമായി റെഡ് ഡയമണ്ട് ബട്ടൺ വാങ്ങിയ ടി സീരീസ് ചാനൽ 256 മില്യൺ സബ്സ്ക്രൈബർമാരും 20,000 വീഡിയോയുമായി ഇന്ത്യയിൽ നിന്നും എതിരാളികളില്ലാതെ ജൈത്രയാത്ര തുടങ്ങി. നമ്പർ 2 PewDiePie. ആഗസ്റ്റ് 25, 2019 സ്വീഡനിലെ ഫെലിക്സ് അരവിഡ് ഉൾഫ് കെജൽബെർഗ് എന്ന 34കാരന്റെ ഉടമസ്ഥതയിലുള്ള PewDiePie ചാനൽ രണ്ടാമതായി റെഡ് ഡയമണ്ട് ബട്ടൺ വാങ്ങി 111 മില്യൺ സബ്സ്ക്രൈബർമാരും 4,700ഓളം വീഡിയോയുമായി സ്വീഡനിൽ നിന്നും ജൈത്രയാത്ര തുടങ്ങി. നമ്പർ 3 കോകോമെലോൺ. ബ്രിട്ടീഷ് കമ്പനിയായ മൂൺബഗ് എന്റർടൈൻമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതും അമേരിക്കൻ കമ്പനിയായ ട്രഷർ സ്റ്റുഡിയോയുടെ മേൽനോട്ടത്തിൽ പരിപാലിക്കുന്നതുമായ ഒരു അമേരിക്കൻ യൂട്യൂബ് ചാനലാണ് കോകോമെലോൺ. പരമ്പരാഗത നഴ്സറി റൈമുകളുടെയും അവരുടെ സ്വന്തം കുട്ടികളുടെ പാട്ടുകളുടെയും 3D ആനിമേഷൻ വീഡിയോകളിൽ കോകോമെലോൺ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഡിസംബർ 12, 2020 അമേരിക്കയിൽ നിന്നു മൂന്നാമതായി റെഡ് ഡയമണ്ട് ബട്ടൺ വാങ്ങി 169 മില്യൺ സബ്സ്ക്രൈബർമാരും 1000ഓളം വീഡിയോയുമായി അമേരിക്കയിൽ നിന്നും ജൈത്രയാത്ര തുടങ്ങി. നമ്പർ 4 സെറ്റ് ഇന്ത്യ. മാർച്ച് 28, 2021 സോണി എന്റർടൈൻമെന്റ് ടെലിവിഷൻ. സെറ്റ് ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷയിലുള്ള പൊതുവിനോദ പേ ടെലിവിഷൻ ചാനലാണ്. അത് 1995 സ്ഥാപിച്ചു. ഇത് സോണി പിക്ചേഴ്സിന്റെ ഒരു ഡിവിഷനായ കൾവർ മാർക്സ് എന്റർടൈൻമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. 2021 റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ യൂട്യൂബിന്റെ ചരിത്രത്തിൽ 4ാമതായി വാങ്ങിച്ചുകൊണ്ടു. 166 മില്യൺ സബ്സ്ക്രൈബർമാരും 1,24,869ഓളം വീഡിയോയുമായി ജൈത്രയാത്ര തുടരുന്നു. നമ്പർ 5 മിസ്റ്റർ ബീസ്റ്റ്. ജൂലൈ 28, 2022 ജിമ്മി ഡൊണാൾഡ്സൺ എന്നറിയപ്പെടുന്ന മിസ്റ്റർ ബീസ്റ്റ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന വ്യക്തി എന്ന നിലയിലും ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത യൂട്യൂബ് ചാനലുകളിൽ രണ്ടാമനായും സമാനതകളില്ലാത്ത സിംഹാസനം കൈവച്ചിട്ടുണ്ട്. പ്രശസ്തിയിലേക്കും ഭാഗ്യത്തിലേക്കും കുതിച്ചുയരുന്ന അദ്ദേഹം ഒരു വലിയ വരിക്കാരുടെ എണ്ണം സമ്പാദിച്ചു. അദ്ദേഹത്തെ ഏറ്റവും സമ്പന്നരായ യൂട്യൂബർമാരിൽ ഒരാളാക്കി. 2017 1 ലക്ഷം കൗണ്ടിംഗ് നേട്ടം, ആക്ഷൻ വൈറൽ സ്റ്റണ്ടുകൾ, $4,56,000 സമ്മാന വെല്ലുവിളികൾ, സ്ക്വിഡ് ഗെയിം സെറ്റ്, വിനോദം എന്നിവയുമായി മിസ്റ്റർ ബീസ്റ്റിന്റെ പ്രചോദനാത്മകമായ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 6 കിഡ്സ് ഡയാന ഷോ. കുട്ടികൾക്കായുള്ള ഇംഗ്ലീഷ് ഭാഷാ പരമ്പരയായ കിഡ്സ് ഡയാന ഷോയിൽ 7 വയസ്സുള്ള ഡയാനയും അവളുടെ സഹോദരൻ റോമയും കളിക്കുന്നതും രസകരവുമായ വീഡിയോകൾ അവതരിപ്പിക്കുന്നു.
ചാനലിന്റെ മികച്ച എഡിറ്റിംഗും ആകർഷകമായ ഉള്ളടക്കവും സ്ഥിരതയുള്ള അപ്ലോഡുകളും അവരെ കുട്ടികളുടെ വിനോദ വിഭാഗത്തിൽ ഏറ്റവും മികച്ച യൂട്യൂബ് താരമാക്കി മാറ്റി. തത്സമയ പ്രകടനങ്ങൾ, ആനിമേഷൻ, സംഗീതം എന്നിവയുടെ മിശ്രിതം ഉൾപ്പെടുന്ന അവരുടെ വീഡിയോകൾ 20 ഭാഷകളിൽ ഡബ്ബ് ചെയ്യപ്പെടുകയും ആഗോള പ്രേക്ഷകരെ ആകർഷിക്കുകയും അതിനെ മികച്ച യൂട്യൂബ് ചാനലുകളിലൊന്നാക്കി മാറ്റുകയും ചെയ്തു. നമ്പർ 7. ലൈക്ക് നസ്റ്റേ. ആഗസ്റ്റ് 25, 2022. വെറും 8 വയസ്സുള്ളപ്പോൾ ലൈക്ക് നാസ്തിയ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന അനസ്താസിയ റാഡ്സിൻസ്കായ കുടുംബ സൗഹൃദ ഉള്ളടക്കം കൊണ്ട് യൂട്യൂബിൽ ഒരു സെൻസേഷനായി മാറി. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത യൂട്യൂബ് ചാനലുകളുടെ പട്ടികയിൽ നാസ്തിയ 7ാം സ്ഥാനത്താണ്. നാസ്തിയും അവളുടെ മാതാപിതാക്കളും കളിക്കുകയും പഠിക്കുകയും പാടുകയും ചെയ്യുന്ന വീഡിയോകൾക്കൊപ്പം 2 മുതൽ 8 വരെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രത്യേകമായി ഭക്ഷണം നൽകുന്ന ലേസർ കേന്ദ്രീകൃത സമീപനമാണ് ചാനലിന്റെ വിജയത്തിന് കാരണം. കുട്ടികൾക്കായുള്ള പ്രസക്തമായ വിദ്യാഭ്യാസ ആപ്പ് അതിന്റെ യുവപ്രേക്ഷകരെ അടുപ്പിക്കുകയും കൂടുതൽ കാഴ്ചകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമ്പർ 8. വ്ലാഡ് ആൻഡ് നിക്കി. ആഗസ്റ്റ് 13, 2023. കുട്ടികൾക്കിടയിൽ ഏറ്റവുമധികം ആളുകൾ കണ്ട യൂട്യൂബ് ചാനലുകളിൽ ഒന്നാണ് വ്ലാഡും നിക്കിയും. അമേരിക്കയിൽ ജനിച്ച സഹോദരന്മാരായ വ്ലാഡിസ്ലാവും നികിത വാഷ്കെറ്റോവും ഉൾപ്പെടുന്നു. പാചക വീഡിയോകളും വിവിധ സംസ്കാരങ്ങളെയും ഭാഷകളെയും കുറിച്ചുള്ള പാഠങ്ങൾ പോലെയുള്ള വിനോദവും വിജ്ഞാനപ്രദമായ ഉള്ളടക്കവും നൽകിക്കൊണ്ട് അവരുടെ ചാനൽ വേറിട്ടു നിൽക്കുന്നു. കളിപ്പാട്ട അൺബോക്സിംഗ് മുതൽ അവരുടെ കളിപ്പാട്ടങ്ങൾ സൃഷ്ടിക്കുന്നതുവരെ പ്ലേമേറ്റ് ടോയ്സുമായുള്ള ഇടപാടും അവരുടെ സ്വന്തം ആപ്പും ഉൾപ്പെടെ സഹോദരങ്ങളുടെ യൂട്യൂബ് യാത്ര ശ്രദ്ധേയമായ വിജയത്തിലേക്ക് നയിച്ചു. നമ്പർ 9. സി മ്യൂസിക് കമ്പനി. ഇന്ത്യ. സെപ്റ്റംബർ 24, 2023. ഇന്ത്യയിലെ പ്രമുഖ വിനോദ കമ്പനികളിലൊന്നായ സി മ്യൂസിക് കമ്പനി 2,22,000 മണിക്കൂർ ടെലിവിഷൻ ഉള്ളടക്കമുള്ള ഒരു വലിയ ലൈബ്രറി ഉപയോഗിച്ച് യൂട്യൂബിൽ വളരെയധികം പ്രശസ്തി നേടിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള 1 ബില്യണിലധികം സംഗീത പ്രേമികൾക്ക് സേവനം നൽകുന്ന ബോളിവുഡ് സംഗീതത്തിന്റെ വിശാലമായ ശേഖരത്തിലാണ് ചാനലിന്റെ ആകർഷണം. പരമ്പരാഗത ക്ലാസിക്കൽ ട്യൂണുകൾ മുതൽ ആധുനിക പോപ്പ് ഗാനങ്ങൾ വരെ സി മ്യൂസിക് കമ്പനി എല്ലാവർക്കുമായി വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത യൂട്യൂബ് ചാനലുകളിലൊന്നായി മാറുന്നു. കേരളത്തിലും ഡയമണ്ട് പ്ലേ ബട്ടൺ വാങ്ങിയവർ ധാരാളമുണ്ട്. നമ്മുടെ കൊച്ചു സുന്ദര കേരളത്തിൽ അവരിൽ നിന്ന് റെഡ് ഡയമണ്ട് പ്ലേ ബട്ടൺ എന്ന പ്രശംസാ അവാർഡിനായി കണ്ണൂരിൽ നിന്നും KL ബ്രോ ബിജു ഗത്വിക് 37.3 മില്യൺ സബ്സ്ക്രൈബറും 2100ഓളം വീഡിയോയുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം ആരാണ് ഈ ഭാഗ്യവാൻ എന്ന്. യൂട്യൂബ് ചരിത്രം പ്രവചനാതീതമാണ്. വളരെ സൗമ്യവും വിനയവുമുള്ള പ്രകൃതമാണ് ബിജുവിനെ ഈ മുന്നേറ്റത്തിന് കാരണമെന്നു ഞാനറിയുന്ന യൂട്യൂബ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പർമാരും അയൽവാസികളും കൂട്ടുകാരുമടങ്ങുന്ന സംഘം നമുക്കാശംസിക്കാം. കേരളത്തിനൊരു റെഡ് ഡയമണ്ട് ബട്ടണായി. സ്നേഹപൂർവ്വം ഫാക്ട് ഫൈൻഡർ ടീം അംഗങ്ങൾ. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ വരാം. സ്നേഹമുള്ള എന്റെ ശ്രോതാക്കൾക്കു ഞങ്ങളുടെ നന്ദി, നമസ്കാരം.